നിനക്കറിയില്ലേ ആ സിനിമ ഇതാവില്ല. ഞാൻ പറഞ്ഞ പുതിയ ആൾക്കാരില്ലേ നമ്മളവരോട് അങ്ങനെ പറഞ്ഞില്ലേ, നീ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. പ്രൊഡ്യൂസറൊക്കെ എന്താണ് ഇതിന്, ആ സിനിമയ്ക്ക് എന്തിനാണ് ഇങ്ങനെ കാശൊക്കെ മുടക്കി, എന്തൊരു സിനിമയാണ് എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഇതൊക്കെ കൊണ്ട് നമ്മൾ ജീവിച്ചു പോണ്ടേ, ഇതിലും ഭേദം മരിക്കുന്നതാണ്. ആ ചുറുചുറുക്കും വളർച്ചയൊക്കെ കാണുമ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ എന്റെ മോൻ വലുതാവുമ്പോ അങ്ങനെ നല്ല അച്ഛനാ പറയാ. എന്റെ അച്ഛനെ അറിയില്ലെന്ന് തോന്നുന്നു. അറിയാലോ, അത്ര അറിയില്ല. വീട്ടിലുണ്ട്, പോയി പരിചയപ്പെടാം. ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റിയ സമയം, എല്ലാം തുറന്നു പറയും. ഒരു ദിവസം എയർപോർട്ടിൽ വെച്ച് കണ്ട് യു വർ ഗോയിങ് ടു ശബരിമല. അല്ലല്ല, അന്ന് മാല ഇട്ടിരിക്കുക. അല്ലല്ല, ഞാൻ ജീവിതത്തിൽ ശബരിമലക്ക് പോയിട്ടില്ല. അല്ല, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിരുന്നപ്പോ ഞാൻ വിചാരിച്ചു അന്ന് ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിടാൻ മറന്നു പോയതായിരിക്കും. എടുക്കാം. ഓക്കെ നമ്മൾ ഇവരെ വെച്ച് തന്നെ തുടങ്ങാം. ഇവര് രണ്ടുപേരെയും ജഡ്ജിങ്ങിനെ കുറിച്ച്. കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി എന്നുമല്ലാതിരിക്കുന്നു. പിന്നെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞല്ലോ. ഇനിയിപ്പോ അപ്പൊ വിളിക്കുന്നവരുടെ അടുത്തൊക്കെ പറയും ചെറിയൊരു ഗ്യാപ്പ് എടുക്കുകയാണ്. പക്ഷെ വലിയ ഗ്യാപ്പല്ല, ഒരു ചെറിയ. പണ്ട് ഒരു വർഷം 30 സിനിമ, ഇപ്പൊ അത് എത്ര എണ്ണം കുറഞ്ഞു? ഇപ്പൊ ഒരു 15 സിനിമ. കഴിഞ്ഞില്ല, എന്നോട് പറയാ. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അമ്മയുടെ മീറ്റിങ്ങിന് വരുന്നത്. ഞാൻ നാട്ടിലില്ല. അവശ്യ കലാകാരന്മാർക്ക് 5000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. എനിക്ക് ഈ കൊല്ലം കിട്ടും, പക്ഷെ എനിക്കത് വേണ്ട, നിനക്ക് വേണം തരാൻ പറയാം. ത്രസിപ്പിക്കുന്ന ദ വൺ ആൻഡ് ഓൺലി ധ്യാൻ ശ്രീനിവാസനും അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഫാൻ ബോയ് മൊമെന്റ് ആണ് ശരിക്കും. വെൽക്കം രമേശ് പിഷാരടി, അജു വർഗീസ് ആൻഡ് ബിംബിനോ. സോ 4 പേർക്കും വെൽക്കം. ഇവൻ അതായത് ബസ് സ്റ്റാൻഡിൽ മൈലെണ്ണ വിൽക്കാൻ വെച്ചേക്കുവന്ന നാട്ടുകാർ വിചാരിക്കുള്ളൂ. പരിപാടിക്ക് വിളിക്കുവാണല്ലോ, ആ ഒരു പടം എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചപ്പോ പൈസ ഇല്ലെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് വന്നു? അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. അല്ല ഞാൻ ഉള്ളൊഴുക്കിലൊക്കെ വിളിച്ചിട്ട് പോയില്ലല്ലോ. എന്തുകൊണ്ട് വെള്ളമായിട്ടാണ് വിളിച്ചത്? ചേട്ടനെ ഇപ്പൊ ഇത്രയും നാൾക്ക് ശേഷം കണ്ട സ്ഥിതിക്ക് ഇത് അന്ന് നമ്മൾ സംസാരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2025 2.0 വരുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസന്റെ. ഇതുവരെ കണ്ട ധ്യാനല്ല, വേറൊരു ധ്യാനാണ് ഇനി കാണാൻ പോകുന്നത്. അങ്ങനെ ഞാൻ തീരുമാനമൊക്കെ എടുത്ത് പുതിയൊരാളായി ഇതാക്കാൻ നിൽക്കുമ്പോ മലയാള സിനിമ സമരത്തിലേക്ക്